ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2025-26 സാമ്പത്തിക വർഷം നമ്മെ വിട്ട് പിന്നോട്ട് മാറി 2026-27 ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷം നമ്മുടെ മുന്നിലേക്ക് സമാഗതമായിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത പലരും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകാം. എന്നാൽ നേട്ടങ്ങൾക്ക് പകരം കോട്ടങ്ങൾ സംഭവിച്ചു പോയവരുണ്ട്. എന്നാൽ സ്റ്റാഗ്നൻസിയിൽ തന്നെ നേട്ടവുമില്ല കോട്ടവുമില്ല അങ്ങനെ കഴിഞ്ഞവരും ഉണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സിലുള്ളവർ, സാമ്പത്തിക മേഖലകളിലുള്ളവർ. പ്രിയപ്പെട്ടവരെ, എന്തായാലും ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഏബനേസർ, നമുക്ക് നന്ദി പറയാം. ലഭിച്ച നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തോട് നന്ദി കരയേറ്റുമ്പോഴുമാണ് ലഭിക്കാൻ പോകുന്ന വലിയ നന്മയുടെ വാതിൽ തുറക്കുന്നത്. ഒരുപക്ഷെ ഒരല്പം ക്ഷീണമോ ഒരു പരാജയമോ ബിസിനസ്സിൽ താഴ്ചയോ വന്നവർ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ഓൾ ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. തളരാതെ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുക. ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. എന്നാൽ അതിലും വലുതായി അദ്ദേഹം കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠ അഭിഷിക്തനായിരുന്നു. ആത്മീയമായി അദ്ദേഹം പറഞ്ഞു, അല്ല ഭൗതികമായും നമുക്കത് ഏറ്റെടുക്കാം. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. ആ ഒരു പ്രയോഗം നല്ലതാണ്. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലും പിമ്പിലുള്ളത് മറക്കുക. പിമ്പിലുള്ള പരാജയങ്ങൾ മറക്കുക. പ്രത്യേകം പിമ്പിലുള്ളതായ വലിയ നന്മകളും അഭിവൃദ്ധിയും അതോർത്ത് അഭിമാനിക്കുകയോ അതോർത്ത് അഹങ്കരിക്കുകയോ ചെയ്യാതെ അതും മറന്നുകൊണ്ട്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിലും വ്യവസായ മേഖലകളിലും കാർഷിക സാമ്പത്തിക മേഖലകളിലും കൂടുതൽ ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ 2026-27 ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ഒരു പുതിയ തുടക്കം, പുതിയ ആരംഭം, പുതിയ ഒരു കാൽ ചുവട് വയ്ക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എങ്ങനെയാണ് ബിസിനസ്സിൽ മുന്നോട്ട് പോകേണ്ടത്, ഒരു ബിസിനസ് തുടങ്ങുന്നത്, തുടരേണ്ടത്, അതിൽ ഉയർച്ചയും വളർച്ചയും പ്രാപിക്കേണ്ടത് എങ്ങനെയല്ലെന്ന് തിരുവചനം നമ്മെ ഉപദേശിക്കുന്നുണ്ട്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഏതൊരു മേഖലയെയും പ്രതിനിധാനം ചെയ്ത് ബൈബിളിനൊരു സന്ദേശം നമ്മളോട് അറിയിക്കാനുണ്ട്. ഒന്നല്ല, പല സന്ദേശങ്ങൾ. കർത്താവിന് സ്തോത്രം. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ്. അത് ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുടക്കങ്ങളിലും ബിഗിനിങ്ങിലും ദൈവത്തെ മുൻനിർത്തി തുടങ്ങുക. അത് അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒരു നല്ല തുടക്കമായിരിക്കും. ബിസിനസ് തുടങ്ങുന്നവർ യേശുവിനെ മുൻനിർത്തി, ജീവനുള്ള ദൈവത്തെ മുൻനിർത്തി തുടങ്ങുക. അല്ല, ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിച്ചവരും ആ സാമ്പത്തിക വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ദൈവത്തിൽ തുടങ്ങുക. ഇൻ ദ ബിഗിനിങ് ഗോഡ്. കർത്താവിന് സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 6:33 കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ മറ്റനേകം കാര്യങ്ങൾ കിട്ടുമെന്ന്. അതൊരു അത്ഭുതമാണ്, അതൊരു അതിശയമാണ്. നമുക്ക് ആകാംക്ഷ തരുന്നതായ ചില ചിന്തകളാണത്. ഒരു കാര്യം നാം നന്നായി ചെയ്താൽ ബാക്കി അനേക കാര്യങ്ങൾ നമ്മുടെ പിന്നാലെ വരുമെന്ന്. ഏതാണ് ഒരു കാര്യം? മുന്നമേ ദൈവത്തിൻ്റെ രാജ്യം, മുന്നമേ ദൈവത്തിൻ്റെ നീതി. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആവശ്യം പോലെ തക്ക സമയത്ത്
നിത്യനായ ദൈവം പ്രൊവൈഡ് ചെയ്യുമെന്നുള്ള ദൈവീക മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ് മത്തായി സുവിശേഷം 6:3 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. സ്തോത്രം. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചിയസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് ടു യു. അത് അഡീഷണലായി ആഡ് ചെയ്ത് നമുക്ക് തരും. ആഡ് ചെയ്ത് തരും. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്താൻ പറ്റിയില്ലെങ്കിൽ, ഇതാ ഈ വർഷം, ഈ പുത്തൻ പൊൻപുലരി എന്ന് പറയട്ടെ, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ചേർന്ന് ബിസിനസ് തുടങ്ങാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ദൈവത്തോട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും പറ്റും. കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും കുറച്ച് മാൽ പ്രാക്ടീസൊക്കെ കാണിക്കാതെ ബിസിനസ് സക്സസ് ആകുമോ? കുറച്ച് ടാക്സ് വെട്ടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ബില്ല് എഴുതാതിരിക്കുകയോ കുറച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്താൽ പോരെ, എന്നാലേ ലാഭം ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ പലരും ഉണ്ടാകാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു 10 പൈസയിൽ പോലും തെറ്റുപറ്റാതെ ഗവൺമെൻറ്റിനുള്ളത് ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ട്, എംപ്ലോയീസിനുള്ളത് എംപ്ലോയീസിന് കൊടുത്തുകൊണ്ട്, കൊടുക്കേണ്ടവർക്കല്ല സഹായം കൊടുക്കേണ്ടവർക്ക് സഹായം കൊടുത്തുകൊണ്ട് ദൈവം സന്തോഷിക്കുന്ന ബിസിനസ് ഏതൊരാൾക്കും ചെയ്യാൻ കഴിയും. സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ ദൈവം സാധിക്കുമോ? അതൊരു വെല്ലുവിളിയായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയിരിക്കുക. സാധിക്കും. എനിക്ക് അടുപ്പവും പരിചയവും ബന്ധവുമുള്ള അനേക സ്ഥാപനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നടത്തുന്നതായ സ്ഥാപനം വളരെ കൃത്യതയോടും വളരെ കൃത്യമായും ഇത്തരുണത്തിലെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവനാമത്തിൽ ഒരു കുറവും വന്നിട്ടില്ല, കുറവ് വരികയുമില്ല. ദൈവം നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യസന്ധതയുണ്ടെങ്കിൽ, ഒരു വിശ്വസ്തതയുണ്ടെങ്കിൽ, മറ്റാരെയും വഞ്ചിക്കാതെ നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ദോഷം വരരുതെന്നുള്ള ചിന്ത, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ആരോഗ്യ മേഖലകളെ ബാധിക്കുന്നതായ, മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതായ ബിസിനസ് ചെയ്യുന്നവർ, നേരിട്ട് മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. നാം മുഖാന്തരം മറ്റൊരാൾക്ക് ഒരു ദോഷവും വരരുത്. അവരുടെ ആരോഗ്യത്തിനോ അവരുടെ മനസ്സിനോ അവരുടെ ജീവിത ശൈലിക്കോ അവരുടെ ജീവിതത്തിലുള്ള മുന്നേറ്റത്തിനോ ആരോഗ്യത്തിനോ ഒരു കേടും വരരുതെന്നുള്ള ലക്ഷ്യത്തോടെ വേണം നാം ബിസിനസ് തിരഞ്ഞെടുക്കുവാനും ബിസിനസ് ചെയ്യുവാനും. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് പ്രൊവൈഡ് ചെയ്യും. ഒന്നാമത്തെ ബിസിനസ്സിൻ്റെ റൂളാണ് ബൈബിളിൽ, മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പി. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, ഈ ഫിനാൻഷ്യൽ ഇയറിൽ പണമല്ല, ജോലിയല്ല, ഒന്നാമത് ദൈവമായിരിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവം മുന്നിൽ നിന്നാൽ എല്ലാം നടക്കും. വിചാരിക്കും ഭയങ്കരമായി കഠിനാധ്വാനം ചെയ്താലേ ജീവിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായും കഠിനാധ്വാനം ചെയ്യണം, പക്ഷേ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണമെന്നില്ല. കഠിനാധ്വാനം ചെയ്യണം ദൈവത്തോടു കൂടെ. മാത്രമല്ല, പണം ദൈവം വാഴ്ത്തിത്തരുന്നത് മതി എന്നുള്ള ചിന്ത. ദിസ് ഇയർ ഡോണ്ട് പുട്ട് മണി ഫസ്റ്റ്, കരിയർ ഫസ്റ്റ് ഓർ പ്ലാൻസ് ഫസ്റ്റ്. നോ, പുട്ട് ഗോഡ് ഫസ്റ്റ്. വെൻ ഗോഡ് ഈസ് ഫസ്റ്റ്, എവറിഥിങ് എൽസ് ഫോൾസ് ഇൻ ടു പ്ലേസ്. തക്ക സമയത്തെല്ലാം അവിടെ വന്ന് ചാടിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ഒരു കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഉറവിടം ജോലിയല്ല, ദൈവമാണ്. അത് ഓർത്തുകൊള്ളണം. യുവർ ജോബ് ഈസ് നോട്ട് യുവർ സോഴ്സ്, ഗോഡ് ഈസ് യുവർ സോഴ്സ്. ഈവൻ ഇഫ് സിറ്റുവേഷൻസ് മേ ചേഞ്ച്, ബട്ട് ഗോഡ് നെവർ ചേഞ്ച്. സാഹചര്യങ്ങൾ മാറാം, ദൈവം മാറുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ വേണം നാം ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ. കർത്താവിന് സ്തോത്രം. മറ്റൊരു കാര്യം കൂടി ഞാൻ അതിനോട് ചേർത്ത് ഓർപ്പിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 പറയുന്നു, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുക. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ദൈവമാണ് എല്ലാം ചെയ്തു തരുന്നത്. ആ ഒരു ആശ്രയബോധത്തോടെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ മുന്നോട്ട് പോകാം. അടുത്തത് എന്താണ്? മെനി പീപ്പിൾ മേക്ക് ഫിനാൻഷ്യൽ പ്ലാൻസ് ബട്ട് ഫോർഗെറ്റ് ഗോഡ്.
മനുഷ്യർ പ്ലാൻ ഉണ്ടാക്കും, പക്ഷെ ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്നുള്ള പ്ലാൻ അങ്ങനെയാകരുത്. ദിസ് ഇയർ സറണ്ടർ യുവർ പ്ലാൻസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യുക. പ്രോവേർബ്സ് സദൃശവാക്യങ്ങൾ 16:3 പറയുന്നു, കമ്മിറ്റ് യുവർ വർക്ക്സ് ടു ദി ലോർഡ്. നിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുക, അവൻ നിൻ്റെ വഴികളെ നേരെയാക്കും. പ്രിയപ്പെട്ടവർ, ഇത് ഒരു ചെറിയ കാര്യമായിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവിന് സ്തോത്രം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഓണർ ഗോഡ് വിത്ത് യുവർ ഫിനാൻസ് ത്രൂ ഓണസ്റ്റി, ഗിവിങ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഗോഡ് ബ്ലെസ് ദോസ് ഹൂ ട്രസ്റ്റ് ഹിം. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണം, സത്യസന്ധമായിരിക്കണം. നാം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് ഉപദേശിച്ച ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കണം. നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, മനുഷ്യർക്ക് കൊടുക്കേണ്ടത് മനുഷ്യർക്ക് കൊടുക്കണം, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് എല്ലാ നികുതികളും ഗവൺമെൻറ്റിന് കൃത്യമായും കൊടുത്തിരിക്കണം. ഒരു മാൽ പ്രാക്ടീസും ചെയ്യരുത്, ഒരു 10 പൈസയിൽ പോലും മാൽ പ്രാക്ടീസ് ചെയ്യരുത്. അതെല്ലാം പിശാചിന് അവകാശമുള്ളതായിത്തീരും. പ്രിയപ്പെട്ടവരെ, ചിലെല്ലാം ടാക്സ് കൊടുക്കുകയില്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിവില്ല. പക്ഷെ കൃത്യമായി ടാക്സ് കൊടുക്കണം. എല്ലാവരും ടാക്സ് കൊടുത്താലേ സമൂഹത്തിൽ പരിഷ്കാരങ്ങളും ഉയർച്ചകളും വളർച്ചകളും ഉണ്ടാകുകയുള്ളൂ. നല്ല റോഡുകൾ, നല്ല നല്ല സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സാണ് വരുമാനം, പ്രധാന വരുമാനം. നമ്മൾ ടാക്സ് കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരല്പം പ്രൈസ് ഒരല്പം കൂടുതലാണെങ്കിലും ക്വാളിറ്റിയിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, ആർക്കും ഒരു ദോഷം വരാതെ. ദൈവം പ്രസാദിക്കുമാറ്, മനുഷ്യർ സന്തോഷിക്കുമാറായി ജീവിക്കാൻ നമ്മുടെ ബിസിനസ് മുഖാന്തരം ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ 2026-27 സാമ്പത്തിക വർഷം പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഉള്ള സ്ഥാപനങ്ങളെല്ലാം അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോരാ, നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള എല്ലാ സ്ഥാപനങ്ങളും ബിസിനസ്സുകളും കാർഷിക മേഖലകളും എല്ലാ സാമ്പത്തിക സ്രോതസ്സുകൾ ഉള്ളതായ എല്ലാ വ്യവസായ സംരംഭങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. മാത്രമല്ല, നമ്മെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നല്ലൊരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിംഗ് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് വ്യക്തിപരമായ ബഡ്ജറ്റ് വേണം, കുടുംബത്തിനൊരു ബഡ്ജറ്റ് വേണം, സ്ഥാപനമുണ്ടെങ്കിൽ സ്ഥാപനത്തിനൊരു ബഡ്ജറ്റ് വേണം. ഏത് മേഖലകളിലും കൃത്യതയോടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ദൈവീക അനുഭവത്തിലൂടെ ഈ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെയും വ്യക്തിപരമായ എൻ്റെയും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ 2026-27 ഫിനാൻഷ്യൽ ഇയർ അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ഞാൻ ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഒരു വാക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, കഴിഞ്ഞ വർഷങ്ങൾ പരാജയത്തിലോ കഴിഞ്ഞ വർഷങ്ങൾ തകർച്ചയിലോ പോയ ആരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെയും, അല്ല പുതിയതായി ബിസിനസ് തുടങ്ങുന്നവരെയും ബിസിനസ്സിൽ അഭിവൃദ്ധിയോടെ മുന്നോട്ട് കരയേറിപ്പോകുന്നവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ സംസ്ഥാനം, ഞങ്ങളുടെ രാജ്യം ഏറ്റവും നല്ല അഭിവൃദ്ധിയിലേക്ക് വരുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ, ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കുമെന്ന ആ വേദപുസ്തക അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹിക്കപ്പെട്ട ഫിനാൻഷ്യൽ ഇയർ 2026-27 ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ സഹോദരങ്ങളെ, 2026-27 ഫിനാൻഷ്യൽ ഇയർ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.